വെൽക്കം ബാക്ക് ടു എജ്യൂപോർട്ട് ഇംഗ്ലീഷ് ക്ലാസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം പറഞ്ഞ തോമസ് ആണ്. സോ നമ്മുടെ LSSന് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ലെസൺസിൽ ഒരു ലെസൺ ആണ് ഏതാ? ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് അല്ലെ. ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റോറി നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. എന്താണ്ടാ? ഇവാൻ എന്ന് പറഞ്ഞ ഒരു ലിറ്റിൽ ബോയ് അല്ലെ. അവൻ എന്താണ്? ഹി വാസ് ദ സെർവന്റ് ഓഫ് എ ക്രൂവൽ മർച്ചന്റ് അല്ലെ. ഒരു മർച്ചന്റിന്റെ സെർവന്റ് ആയിരുന്നു ആര്? നമ്മുടെ ഇവാൻ. അങ്ങനെ ഇവാന് പെട്ടെന്ന് അല്ലെ ഒരു ബേർഡ് അല്ലെ, ഒരു മദർ ബേർഡ് അല്ലെ, അതിന്റെ കുഞ്ഞിക്കിളികളെ, അതിന്റെ ലിറ്റിൽ ബേർഡീസിനെ സേവ് ചെയ്തതിന് പകരമായിട്ട് ആ മദർ ബേർഡ് എന്ത് പഠിപ്പിക്കുകയാണ്? യെസ്, ദ മദർ ബേർഡ് ടീച്ചേഴ്സ് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് ടു ഇവാൻ അല്ലെ. ഇവാന് ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് പഠിപ്പിക്കുകയാണ് അല്ലെ. അങ്ങനെ ആ നമ്മുടെ ഇവാൻ എന്ത് ചെയ്യാണ്? ബേർഡ്സിന്റെ ലാംഗ്വേജ് പഠിച്ചതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നില്ലേ? യെസ്. അപ്പൊ നിങ്ങൾക്ക് ആ സ്റ്റോറി ഓർമ്മയുണ്ടല്ലോ അല്ലേടാ. നമ്മള് ലാംഗ്വേജ് ഓഫ് ബേർഡ്സിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യടാ, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ LSS എഴുതുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും വേഗം തന്നെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ എജ്യൂപോർട്ടിലെ ഒരുപാട് ക്ലാസ്സസ് ഉണ്ട് അല്ലേ. ഈ ക്ലാസ്സസിന്റെ ഒക്കെ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടണമെന്നാണെങ്കിൽ എന്ത് ചെയ്യണടാ? നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. ആ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യണം കേട്ടോ. ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ കമന്റ് ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ മേലെ പിൻ ചെയ്ത് കാണാം. സോ അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ആ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലാണ് എത്തുക കേട്ടോ. അപ്പൊ അവിടെ ഇടാ നമ്മുടെ എജ്യൂപോർട്ടിന്റെ എല്ലാ നോട്ട്സും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ ആപ്പ് ഉണ്ട്. ആപ്പും മക്കൾക്ക് ഫ്രീ ആണ് കേട്ടോ. അത് നിങ്ങളൊന്ന് നോക്കണേ. യെസ്. അപ്പൊ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് അതെന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയാലോടാ. യെസ്. അപ്പം ഇവാനും ആ ഒരു ബേർഡും ആണല്ലേ നിൽക്കുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയടാ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൂ വാസ് ഇവാൻ? ആരാണ് ഇവാൻ? യെസ്, നിങ്ങളൊന്ന് ആൻസർ ചെയ്തേ. ആരാണ് ഇവാൻ? എ കിങ്, a merchant, a servant, a sailor അല്ലെ. a king രാജാവാണോ? ഒരു merchant ആണോ? servant ആണോ? ഒരു sailor ആണോ? ആരാണ്? യെസ്. who was ഇവാൻ എന്നുള്ളതാണ്. സോ ഇവാൻ ആരായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്താണ് നമ്മുടെ ആൻസർ വരിക? യെസ്, a servant എന്നാണ്. ആൻസർ എന്താണ്? a servant എന്നാണ് വരുന്നത് കേട്ടോ. യെസ്. അപ്പൊ എത്ര പേർക്ക് ഇത് ശരി കിട്ടിയടാ? ഓക്കെ, നിങ്ങൾ ലാസ്റ്റ് എന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങൾക്ക് ഈ ഒരു ക്വിസ് കഴിയുന്ന സമയത്ത് നിങ്ങൾ സ്വന്തമായിട്ട് മിസ് ആൻസർ പറയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് 10ല് എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ളതൊന്ന് നിങ്ങൾ കമന്റ് ചെയ്യാൻ കേട്ടോ. അതും കൂടെ ചെയ്യണേ. യെസ്. സോ ഇതിന്റെ ആൻസർ സെർവന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയടാ. What did the nightingale do for Ivan every night? What did the nightingale do for Ivan every night? Nightingale ഇവാൻ എല്ലാ ദിവസവും രാത്രി എന്താ ചെയ്തു കൊടുത്തേ? Told him stories. അവന് കഥകൾ പറഞ്ഞു കൊടുത്തു. Sang sweet songs. അവന് ഒരുപാട് നല്ല നല്ല പാട്ടുകൾ പാടിക്കൊടുത്തു. Gave him food. അവന് ഭക്ഷണം കൊടുത്തു. Took him to the forest. അവനെ കാട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പൊ നൈറ്റിംഗേൽ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. യെസ്, നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണെടാ? സാങ് സ്വീറ്റ് സോങ്സ് അല്ലെ. അതെന്ത് ചെയ്തു? നല്ല മനോഹരമായ പാട്ടുകളൊക്കെ പാടിക്കൊടുത്തു അല്ലെ. സാങ് സ്വീറ്റ് സോങ്സ്. അപ്പൊ ഇത് ശരി കിട്ടിയില്ലേ എല്ലാവർക്കും? യെസ്. നെക്സ്റ്റ് ആൻസർ നോക്കിയടാ. What did Ivan? Next question. Yes. What did Ivan do when he saw the baby birds in the rain? അല്ലെ, ഇവാൻ ആ ബേബി ബേർഡ്സ് മഴ നനഞ്ഞത് കണ്ടപ്പം എന്താ ചെയ്തത്? നോക്കി. Left them alone. അവരെ അല്ലെ ഒറ്റയ്ക്ക് തനിച്ചാക്കി പോയി. Took them home. അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയി. Covered them with his clothes. അവരെന്താണ്? അവന്റെ ഉടുപ്പ് വെച്ച് മറച്ചു വെച്ചു. Called the merchant. അല്ലെങ്കിൽ ആ merchantനെ വിളിച്ചു വരുത്തി. എന്താണ് നമ്മുടെ കറക്റ്റ് ആൻസർ? വേഗം നിങ്ങൾ പറഞ്ഞ എന്താണ് ആൻസർ? യെസ്, covered them with his clothes അല്ലെ. അവന്റെ ഉടുപ്പ് ഉപയോഗിച്ച് അതിനെ മറച്ചു വെച്ചു, അല്ലെങ്കിൽ അതിന് കവറിങ് കൊടുത്തു അല്ലെ, മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി. സോ അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. ശരി കിട്ടിയില്ലടാ നിങ്ങക്ക്? ഓക്കെ, ഇനി കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. യെസ്. How did the mother bird thank Ivan? അല്ലെ, മദർ ബേർഡ് എങ്ങനെയാണ് ഇവാനോട് താങ്ക് ചെയ്തത്? എങ്ങനെയാണ്? Gave him gold. അവന് ഗോൾഡ് കൊടുത്തു. Taught him the language of birds. അവന് കിളികളുടെ ലാംഗ്വേജ് പഠിപ്പിച്ചു കൊടുത്തു. Took him to the king. അവനെ രാജാവിന്റെ അടുത്ത് കൊണ്ടുപോയി. Built him a house. അവനൊരു വീട് വെച്ചു കൊടുത്തു. എന്താടാ നിങ്ങളുടെ ആ ഒരു ആൻസർ ഒന്ന് നിങ്ങൾ പറഞ്ഞേ. എന്താണ്? യെസ്, വെരി ഗുഡ്. Taught him the language of birds അല്ലെ. എന്താണ്? ബേർഡ്സിന്റെ ലാംഗ്വേജ് പഠിപ്പിച്ചു കൊടുത്തു. ഇതും എങ്ങനെയാണ്? ശരിയായോ അല്ലെ തെറ്റിച്ചോ? ഓക്കെ, യെസ്. നെക്സ്റ്റ് നോക്കിയടാ.
Why did the merchant push Ivan's boat into the sea? അല്ലെ, ഇവാന്റെ ബോട്ട് എന്തുകൊണ്ടാണ് ആ merchant കടലിലേക്ക് ഒഴുക്കി വിടാൻ കാരണം? He wanted to help Ivan. ഇവാനെ സഹായിക്കാൻ വേണ്ടിയാണോ? He was afraid Ivan would become the king. ഇവാൻ രാജാവാകുമെന്ന് പേടിച്ചിട്ടാണോ? He wanted Ivan to travel. അല്ലെ, അയാൾക്ക് ഇവാൻ ട്രാവൽ ചെയ്തോട്ടെ, അല്ലെ, പാവ ഇവാൻ ഇഷ്ടംപോലെ ട്രാവൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? He was testing Ivan's bravery. ഇവാന്റെ ബ്രേവറി, ഇവാന്റെ ധീരത പരീക്ഷിക്കാൻ വേണ്ടിയാണോ? അപ്പൊ എന്താ കറക്റ്റ് ആൻസർ വരുന്നത്? വേഗം പറഞ്ഞോ, എന്താണ്ടാ? യെസ്, he was afraid Ivan would become king. അല്ലെ, ഇവാൻ രാജാവായാലോ എന്ന് പേടിച്ചിട്ടാണേ. നെക്സ്റ്റ്, how did Ivan save the sailors? ഇവാന് ആ സെയിലേഴ്സിനെ എങ്ങനെയാണ് രക്ഷിച്ചിട്ടുണ്ടായിരുന്നത്? എങ്ങനെയാണ് ഒന്ന് ഓർത്ത് നോക്കിയേ. യെസ്, he fixed the ship. എന്താ fixed the ship എന്ന് പറഞ്ഞാല് ആ ഷിപ്പ് അവൻ നന്നാക്കി. നെക്സ്റ്റ്, he warned them about a storm. അല്ലെ, അവർക്ക് ആ ഒരു കൊടുങ്കാറ്റ് വീശുന്നതിനെ കുറിച്ചിട്ട് വാർണിംഗ് കൊടുത്തു. he fought pirates. എടാ, പൈററ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൈററ്റ്സ് എന്ന് പറഞ്ഞാൽ മക്കളെ എന്താണ്? യെസ്, കൊള്ളക്കാരാണ് കേട്ടോ. എന്താണ്? കൊള്ളക്കാരാണ്. യെസ്, കൊള്ളക്കാർ. അയ്യോ, ഈ കാ എന്താ ഇങ്ങനെ? യെസ്, കൊള്ളക്കാർ. കൊള്ളക്കാർ എന്ന് പറഞ്ഞാൽ പൈററ്റ്സ് ആണ് കേട്ടോ. ദെൻ പൈററ്റ്സ് ഓഫ് ദ കരീബിയൻ എന്ന് പറഞ്ഞ മൂവിയിലുള്ള ഒരു ബീജമാണ് കേട്ടോ അത്. ദെൻ ഹി ഷോഡ് ദം എ ന്യൂ റൂട്ട്. അവർക്ക് ഒരു പുതിയ റൂട്ട് കാണിച്ചു കൊടുത്തു. എന്താ ചെയ്തത് ഇവാന്? യെസ്, he warned them about a storm. അല്ലെ, അവർക്ക് ആ ഒരു കൊടുങ്കാറ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു ഇവാൻ. നെക്സ്റ്റ്, why were the crows troubling the king's palace? ആ രാജാവിന്റെ കൊട്ടാരത്തിനെ കാക്കകൾ ശല്യം ചെയ്യാൻ, ട്രബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ശല്യം ചെയ്യാം അല്ലെ. ശല്യം ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? പറഞ്ഞേടാ. they were hungry. അവർക്ക് വിശക്കുന്നുണ്ടായിരുന്നു. they were angry because trees were being cut. അവർ വളരെ ദേഷ്യത്തിലായിരുന്നു. because trees were being cut. കാരണം എന്താണ്? മരങ്ങൾ മുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. or they wanted to be pets. അല്ലെ, അവർക്ക് എന്താണ്? അവർക്ക് പെറ്റ് ആവണം എന്നുള്ളതുകൊണ്ടാണോ? they were lost. അല്ലെങ്കിൽ അവര് വഴിയൊക്കെ നഷ്ടപ്പെട്ടതുകൊണ്ടാണോ? എന്താണ്ടാ കറക്റ്റ് ആൻസർ എന്താ വരുന്നേ? എന്താണ്? യെസ്, എന്താണ്? they were angry because trees were being cut. അല്ലെ, മരങ്ങൾ വെട്ടുന്നതിൽ അവർക്ക് ഭയങ്കര പ്രതിഷേധം ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ബഹളം വെക്കുന്നത് അല്ലെ. യെസ്, നെക്സ്റ്റ് നോക്കിടാം. What reward did Ivan get for solving the crow problem? Yes, ആ കാക്കകളുടെ പ്രശ്നം പരിഹരിച്ചപ്പം ഇവാന് എന്താണ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയത്? എന്താണ്? a bag of gold. അല്ലെ, ഗോൾഡിന്റെ ഒരു വലിയ ബാഗ് ആണോ? a new house, പുതിയൊരു വീടാണോ? the princess hand in marriage. അല്ലെ, ആ രാജകുമാരിനെ കല്യാണം കഴിച്ചു കിട്ടുകയാണോ? or a magic bird, അല്ലെങ്കിൽ ഒരു മാജിക് ബേർഡിനെയാണോ? യെസ്, എന്താണ്? എന്താണ് നമ്മുടെ ആൻസർ? എന്താണ് വരുന്നത്? the princess hand in marriage. അല്ലെ, princess hand എന്ന് പറഞ്ഞാൽ കൈ പിടിച്ച് കല്യാണം കഴിച്ചു എന്നുള്ളതാണ് കേട്ടോ. യെസ്, അപ്പം ആരെയാണ് കിട്ടിയത്? ആ പ്രിൻസസിനെയാണ് അല്ലെ. യെസ്, കല്യാണം കഴിച്ചത്. പ്രിൻസസിനെ കല്യാണം കഴിച്ച് കിട്ടാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് നോക്കിയിടാം. അടുത്തെന്താണ് ക്വസ്റ്റ്യൻ? who came to Ivan's palace as an old man? ഇവാന്റെ പാലസിലേക്ക് ആ ഒരു ഓൾഡ് മാൻ ആയിട്ട് അല്ലെ, വയസ്സായ ഒരു അച്ചാച്ചനായിട്ട് ആരാണ് വന്നത്? the merchant ആണോ? the sailor, അല്ലെ, sailor എന്ന് പറഞ്ഞാൽ ആരാണ്? നാവികൻ അല്ലെ, അയാളാണോ? the nightingale ആയിരുന്നോ? or the mother bird? സോ ആരാണ് ആ ഇവാന്റെ പാലസിലേക്ക് ഒരു ഓൾഡ് മാൻ ആയിട്ട് വന്നത്? ആരായിരുന്നു? യെസ്, the merchant. അല്ലെ, അവന്റെ പണ്ടത്തെ മാസ്റ്റർ ആയിരുന്ന merchant ആണ് കേട്ടോ. ദെൻ യെസ്, അപ്പൊ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടോ ഇത്. നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് റെഡി ആക്കിയിട്ടുണ്ടാവുമല്ലോ, സെറ്റ് ആക്കിയിട്ടില്ലേ? അപ്പൊ ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയടാ. വാട്ട് ഡിഡ് ഇവാൻ ഡു വെൻ ഹി സോ ദി ഓൾഡ് മെർച്ചന്റ്? ആ ഓൾഡ് മെർച്ചന്റ്, അയ്യോടാ അതിന്റെ ആൻസർ മിസ് അവിടെ കൊടുത്തുപോയി. യെസ്, ആ ഓൾഡ് മെർച്ചന്റിനെ കണ്ട സമയത്ത് ഇവാൻ എന്ത് ചെയ്തു? പണിഷ്ഡ് ഹിം, അല്ലെ, പണിഷ് ചെയ്തോ? സെൻഡ് ഹിം അവേ, അല്ലെ, അയാളെ പറഞ്ഞു വിട്ടോ? മെയ്ഡ് ഹിം ദ സെർവന്റ്, അയാൾ എന്ത് ചെയ്യണ? സെർവന്റ് ആക്കിയോ? ഓർ ഗേവ് ഹിം ഗോൾഡ് ആൻഡ് സെൻഡ് ഹിം ഹോം, സ്വർണ്ണൊക്കെ കൊടുത്ത് വീട്ടിലേക്ക് വിട്ടോ? എന്താണ്? യെസ്, മെയ്ഡ് ഹിം എ സെർവന്റ്. അപ്പം സെർവന്റ് ആക്കി അല്ലെ. ഇനി എന്റെ മക്കള് വേഗം എല്ലാരും വേഗം പറഞ്ഞ് എല്ലാരും വേഗം കമന്റ് ചെയ്ത് ഇപ്പൊ തന്നെ കമന്റ് ചെയ്യണം. ഇപ്പൊ തന്നെ കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് 10ല് എത്ര മാർക്ക് കിട്ടി? അപ്പൊ മിസ് നോക്കൂട്ടോ, കമന്റ് നോക്കൂ എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയെന്നുള്ളത് കമന്റ് നോക്കും. ഓക്കേടാ. യെസ്, അപ്പൊ എത്ര മാർക്കാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. മിസ് ഹാപ്പിയാണ്, നിങ്ങൾക്ക് എത്ര മാർക്കാണെങ്കിലും കുഴപ്പമില്ല. ഇനി മക്കൾ എന്ത് ചെയ്യാം? നന്നായിട്ട് ആ ലെസൺ ഒക്കെ പഠിക്കണം കേട്ടോ. മിസ് 5 ലെസൺസ് എപ്പോഴും ലൈവ് പറയാറില്ല. ആ 5 ലെസൺസ് നല്ല മക്കളായിട്ട് പഠിക്കുക.
അപ്പൊ എന്താണ് ഇനി ഒരിക്കലും ടൈം ഒന്നും വേസ്റ്റ് ചെയ്യാൻ നമുക്ക് നമ്മളെ പെട്ടെന്ന് തന്നെ പഠിക്കാം. അതേപോലെ തന്നെ ഈ വീഡിയോ വേഗം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എനിക്ക് ഇത്രയും ക്വസ്റ്റ്യൻ കറക്റ്റ് കിട്ടി, നിനക്ക് എത്ര ക്വസ്റ്റ്യൻ കറക്റ്റ് കിട്ടിയെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വേഗം സെൻഡ് ചെയ്ത് കൊടുത്തിടാം. അപ്പം വേറൊരു വീഡിയോയിൽ പെട്ടെന്ന് കാണാം. ബൈ.